എല്ലാ തവണയും ഞാൻ എന്താ പറയുക, മറ്റുള്ളവരുടെ കഥകളാണ് പറയുക അല്ലേ, മറ്റുള്ളവരുടെ പുസ്തകങ്ങളെക്കുറിച്ചാണ്. ഇത്തവണ കാരണം വേറൊന്നുമല്ല, എൻ്റെ കുറേ കൂട്ടുകാർ, അതായത് ഇപ്പം ഒരു 2022 ശേഷമൊക്കെ കൂട്ടുകാരായവർ പലരും പറയുന്നുണ്ട് കാവൽക്കന്യാവ് വേണം, അല്ലെങ്കിൽ കാവൽക്കന്യാവ് ബുക്ക്, എൻ്റെ ആദ്യത്തെ ബുക്കാണ് കേട്ടോ കാവൽക്കന്യാവ്. അപ്പോൾ അതൊരു 13 കഥകളുള്ള ചെറുകഥാ സമാഹാരമാണ്. അപ്പോൾ കാവൽക്കന്യാവ് കഥ ബുക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ കഥ വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യപ്രകാരം ഞാൻ എൻ്റെ കഥ തന്നെ, അതായത് കാവൽക്കന്യാവ് എന്ന ബുക്കിലെ ഒരു കഥയാണ് കാവൽക്കന്യാവ്. അപ്പോൾ ആ കാവൽക്കന്യാവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ച് കേൾപ്പിക്കാം. കേൾക്കുന്നവർ തീർച്ചയായിട്ടും മറക്കാതെ അഭിപ്രായം പറയണം, കഥ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ കഥ വായിക്കാം. ഇതുപോലൊരു തുലാപ്പെയ്ത്തിലാണ് അവൾ ഇറങ്ങിപ്പോയത്. മറ്റമ്മയുടെ മുടി പറ്റ വെടിപ്പാക്കുന്നതിനിടയിൽ മുടിവെട്ടുകാരൻ വേലു ഏറ് കണ്ണിട്ട് കുരിയാലയിലേക്കൊന്ന് നോക്കി. മറ്റമ്മയുടെ അപ്പൂപ്പൻ താടി പോലുള്ള മുടികൾ തടിക്കസേരയുടെ വക്കിൽ തട്ടിയും തട്ടാതെയും ഊർന്നു വീഴുന്നതും നോക്കി കുറച്ച് ദൂരെ മാറി ചങ്കുപട്ടി കിടക്കുന്നത് അപ്പുണ്ണി കണ്ടു. ഓലക്കാലും ഇടഞ്ഞുണ്ടാക്കിയ വാച്ചിലേക്ക് സമയം നോക്കി കളിച്ച് പ്ലാവിലയിലേക്ക് ഈർക്കിൽ കോർത്ത് തൊപ്പി ഉണ്ടാക്കുകയാണവൻ. പ്ലാവിൻ്റെ കടവേരിലൂടെ ചാടി നടന്ന അണ്ണാനെ കണ്ടതും ചങ്കുപ്പട്ടി അതിൻ്റെ പിറകെ കുരച്ചുകൊണ്ടോടി. കാലപ്പഴക്കത്താൽ നിറം മങ്ങി വാക്കുകൾ പൊട്ടിയടർന്ന ഓടുകളുള്ള ചെറിയ കുരിയാലയ്ക്ക് മുന്നിൽ കുന്നുകൂടിക്കിടക്കുന്ന കരിയിലകൾക്കിടയിലേക്ക് അതിർത്തിയിലെ പട്ടാളക്കാരെ പോലെ നൂണു കയറി മുതുകുവശം മണ്ണിലിട്ടുരയ്ക്കുന്ന ചങ്കുവിനെ കണ്ട് അപ്പുണ്ണി സംശയത്തോടെ തൻ്റെ കയ്യിലേക്ക് നോക്കി. ഇതിനിടയ്ക്ക് കഥയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. വടക്കൻ കേരളത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ചില നാട്ടുകാർക്ക് കുരിയാല എന്താണെന്നറിയില്ല. കുരിയാല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂസേജ് അല്ല, പണ്ട് കാലത്തെ ഒരു യൂസേജാണ്. കാരണം ഞാൻ നായരാണ്. നായർ അഭിമാനത്തോടെ പറയുകയല്ല കേട്ടോ, ജാതി മതമൊന്നും പറയുകയല്ല. നായർ ഫാമിലിയിൽ, അതിന് പുറത്തേക്കുള്ള കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടോ, കുരിയാല അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. പണ്ട് കാലത്ത് നായർ കുടുംബങ്ങളിൽ ഈ മരണപ്പെട്ടവരെ ആത്മാക്കൾക്ക് കുടിയിരുത്തുന്നു എന്നൊരു സങ്കല്പത്തിൻ്റെ പുറത്ത് ചെറിയ മുറി, ഓടിട്ട് ആക്കിയ ഒരു ചെറിയ മുറി ഉണ്ടാവും വെളിയിൽ, വീടിന് പുറത്ത്. അപ്പോൾ അവിടെ ഒരു ചെറിയ എന്താ പറയുക, സ്ക്വയർ ഒരു കട്ട വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു രൂപം വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു വിളക്കോ അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അവിടെ കുടിയിരുത്തിയൊക്കെയാണ്, അവർക്ക് വിളക്ക് കത്തിക്കുക. ഇതിനാണ് കുരിയാല എന്ന് പണ്ട് ഞങ്ങളൊക്കെ, ഞാനല്ല എൻ്റെ അമ്മയുടെ കാലത്ത് ഞാൻ കുരിയാല കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുരിയാല എന്ന് പറയുന്നതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതാണ് കുരിയാല. അപ്പോൾ ബാക്കി കഥയിലേക്ക് പോകാം. കൈത്തണ്ടിയിൽ പല പല ആകൃതിയിൽ പാതി ഉണങ്ങിയും ഉണങ്ങാതെയും കരുവാളിച്ചും കണ്ട വ്രണങ്ങൾ അവനെ ചൊറിയനപ്പു എന്ന് തന്നെ കളിയാക്കി വിളിച്ച ഇക്രുവിൻ്റെ മുഖം ഓർമ്മിപ്പിച്ചു. ഈ ചങ്കുവിന് തനിക്കുള്ളതുപോലെ മണ്ണിൻ്റെ അലർജിയൊന്നുമില്ലേ? പട്ടികൾക്ക് എന്താ ഇതൊന്നും ബാധകമല്ലേ എന്ന സംശയം ആരോട് ചോദിക്കുമെന്നോർത്ത് അവൻ നിൽക്കുമ്പോൾ മറ്റേമ്മ മുടിവെട്ടുകാരൻ വേലുവിനോട് പഴങ്കഥകളുടെ കെട്ടഴിച്ചു വിടുകയായിരുന്നു. വേലുവിനറിയോ, ഇക്കണ്ട പാടല്ല എൻ്റെ അച്ഛനപ്പൂപ്പന്മാരുടേതായിരുന്നു. എൻ്റെ നല്ല പ്രായം മുഴുവൻ ഈയിടെ കറ്റമെതിയും നെല്ല് കയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നറിയാണ്ട് ഞാൻ ഈടെ വന്നിട തന്നെ കേട്ടിരിക്കണ ഇക്കണ്ട പാടല്ല അയിനിക്കരക്കാരുടേതാന്ന്. മറ്റേമ്മ ചുക്കിച്ചുളിഞ്ഞ കൈകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പോയ കാലത്തിൻ്റെ പ്രൗഢിയിലേക്കൊന്ന് നിവർന്നിരുന്നു. കമലത്തിൻ്റെ അച്ഛൻ ഒരു ചോവത്തിൻ്റെ കൂടെ പൊറുപ്പ് തുടങ്ങിയ പിന്നെ ഞാൻ ഇവിടേക്ക് വന്നേ. ഒടപ്പിറന്നമാരെന്നെയും എൻ്റെ കമലത്തെയും ഈടെ പൊന്നു പോലെ നോക്കിയേ. കമലത്തിൻ്റെ അച്ഛൻ ഒരു ചോവത്തിൻ്റെ കൂടെ പോയി എന്ന് ഞാൻ കേട്ടിരിക്കണ്. എനിക്കറിയാം, നാട്ടുകാരൊക്കെ പറയുന്നത് നിങ്ങൾ ഭാഗ്യം ചെയ്ത പെങ്ങളാന്നാ. ഒരാങ്ങളമാരും പെങ്ങളെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. മറ്റേമ്മ ദീർഘനിശ്വാസത്തിൻ്റെ ആയാസത്താലോ ഓർമ്മകളുടെ തള്ളിക്കയറ്റത്താലോ വേറെ ഏതോ ലോകത്തെന്ന പോലെ കണ്ണുകൾ പൂട്ടിയിരുന്നു. അവരുടെ നെറ്റിയിലെ ചുളിവുകൾ സാമൂഹ്യപാഠം പുസ്തകത്തിലെ മടക്കുപർവ്വതങ്ങളിലെ വെളുത്ത വരകളിലെ പോലെ തോന്നി അപ്പുണ്ണിക്ക്.
മുടി ദേഹത്ത് വീഴാതിരിക്കാനായി മറ്റമ്മയുടെ കഴുത്തിലൂടെ ചുറ്റിയ തുണി അഴിച്ചുകൊണ്ട് വേലു വീടിനകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞു. വേലുവിൻ്റെ ഉച്ചത്തിലുള്ള അറിയിപ്പിൽ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന അപ്പുണ്ണിയുടെ അമ്മ മറ്റമ്മയെ താങ്ങി എഴുന്നേൽപ്പിച്ച് വടക്കേ പുറത്തേക്ക് കൊണ്ടുപോയി. പോകുന്നതിനിടയ്ക്ക്, അപ്പുണ്ണിയെ, അച്ഛൻ്റെ നിന്ന് മുടിവെട്ടിയ കായ് വാങ്ങിക്കൊടുത്തിട്ട് എടയ്ക്കും ചാടിപ്പോലെ നീ എന്ന് അമ്മ വിളിച്ചു പറയുമ്പോൾ കത്രികയും ചീപ്പും അടങ്ങുന്ന സാധന സാമഗ്രികൾ വേലു അയാളുടെ തുണിസഞ്ചിയിലിടുന്നത് നോക്കി നിന്നു അപ്പുണ്ണി. അച്ഛൻ്റെ പക്കൽ നിന്ന് അപ്പുണ്ണി വാങ്ങിയ കാശ് അതേ തുണിസഞ്ചിയിലേക്ക് തിരുകി ഏതോ ഒരു തമിഴ് പാട്ടും പാടി പടിപ്പുരയ്ക്ക് മുന്നിലൂടെ നീളുന്ന കുത്തനെയുള്ള മൺപാതയും കിടന്ന് പാടവരമ്പത്തുകൂടെ ഒരു പൊട്ടുപോലെ വേലു അകന്നകന്നു പോയി. വേലു കാണാമറയത്തായപ്പോഴാണ് അപ്പുണ്ണി മറ്റിയമ്മയുടെ കമലത്തെപ്പറ്റി ചിന്തിച്ചത്. മരിച്ചുപോയ അച്ചച്ചൻ്റെ പെങ്ങളാണ് മറ്റിയമ്മ എന്നൊരറിവ് മാത്രമാണ് ആകെയുള്ളത്. അച്ഛൻ്റെ അപ്പച്ചിയാണവർ. എങ്കിലും അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും മറ്റിയമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് താനും അങ്ങനെയാണ് അവരെ വിളിക്കാറ്. പക്ഷേ ഈ കമലം മറ്റിയമ്മയുടെ ആരാണ്? അവരെവിടേക്കാണ് ഇറങ്ങിപ്പോയത്? കുരിയാലയുടെ മുന്നിലെ കസർത്ത് കഴിഞ്ഞ് ഏതോ ഒരു പെൺപട്ടിയുടെ പിറകെ പോയ ചങ്കുപ്പട്ടി കയറ്റം കയറി പടിപ്പുരയുടെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. നാണമില്ലല്ലോടാ കണ്ട പെണ്ണുങ്ങളുടെ പിറകെ പോവാൻ, അയ്യേ എന്ന് അപ്പുണ്ണി പറയുന്നത് കേട്ട് ചങ്കുപ്പട്ടി ഒന്ന് സംശയഭാവത്തിൽ അവനെ നോക്കി. പിന്നെ കുറ്റസമ്മതമെന്ന മട്ടിൽ തല താഴ്ത്തി മറ്റൊരു വഴിയേ നടന്നുപോയി. കിണറ്റിനടുത്ത് കുളിത്തൊട്ടിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയും ഒഴിക്കുകയും ചെയ്യുന്ന ഗ്ലും ഗ്ലും ശബ്ദം ആവർത്തനങ്ങൾക്കൊടുവിൽ എപ്പോഴോ നിലച്ചിരുന്നതിനാൽ അമ്മ മറ്റമ്മയെ കുളിപ്പിച്ചു കഴിഞ്ഞെന്ന് അപ്പുണ്ണിക്ക് മനസ്സിലായി. കമലം എവിടേക്കാണ് ഇറങ്ങിപ്പോയതെന്ന് മറ്റമ്മയോട് ചോദിക്കണമെന്നുറപ്പിച്ച് നീളൻ വരാന്തയിലൂടെ നടക്കുമ്പോൾ തടിപാകിയ നിലത്ത് നൃത്തം ചെയ്യുന്ന അസ്തമനവെയിൽ അവൻ്റെ പാദങ്ങളിൽ മഞ്ഞവെയിൽ ചിത്രങ്ങളുണ്ടാക്കി. ആ പരിസരങ്ങളിൽ പഴമയുടെ തണുപ്പ് തൻ്റെ വീടിന് മാത്രമേയുള്ളൂ എന്ന് അവന് അഹങ്കാരം തോന്നിപ്പിക്കുന്നതിൽ ചിലതാണ് ആ നാലുകെട്ടിൻ്റെ പടിപ്പുരയും പഴമയുടെ ചൂരുള്ള തേക്ക് പാകിയ തറയും വെട്ടുകല്ലിനാൽ കെട്ടിയുണ്ടാക്കിയ കുളിത്തൊട്ടിയും മുറ്റത്തെ മുത്തശ്ശിമാവും ഒക്കെ. മുറിയിലേക്ക് കയറുമ്പോൾ വെളുത്ത വിരിപ്പ് വിരിച്ച കട്ടിലിൽ കാൽ നീട്ടിവെച്ച് മറ്റമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റമ്മയുടെ മുറിക്ക് എപ്പോഴും ആയുർവേദ കുഴമ്പുകളുടെ മണമാണ്. കമലത്തിനെ കുറിച്ച് എങ്ങനെ ചോദിക്കും? ചോദിച്ചാൽ അമ്മ വഴക്കു പറയുമോ? അപ്പുണ്ണി എന്താ അവിടെ തന്നെ നിന്ന് പറയുന്നേ എന്ന് ചോദിച്ച് മറ്റമ്മ അവനെ നോക്കി ചിരിച്ചു. പല്ലില്ലാത്ത മോണക്കാട്ടിയുള്ള ആ ചിരി രേണുകുഞ്ഞയുടെ മോൻവാവയുടെ ചിരി പോലെയാണെന്ന് അവൻ ഓർത്തു. ഞാനൊരുവട്ടം ചോദിച്ചാൽ വഴക്കു പറയുമോ? ഇല്ലടാ, നീ ബാ, ഇവിടെ ഇരുന്നിട്ട് ചോദിച്ചോന്ന്. ആരാ മറ്റമ്മ ഈ കമലം? അവരെവിടേക്കാ ഇറങ്ങിപ്പോയേ? ആഹാ, നീ കളിക്കായിരുന്നേലും ശ്രദ്ധ മുഴുവൻ എൻ്റെ മുടി വെട്ടുന്നിടത്തരത്തായിരുന്നു അല്ലേ കുരുത്തം കിട്ടോനെ. മറ്റേമ്മ വീണ്ടും ചിരിച്ചു. മറ്റേമ്മ അങ്ങനെയാണ്, എപ്പോഴും വെറുതെ ചിരിക്കും. കമലം എൻ്റെ മോളാ പുണ്ണി. ആ കള്ള കൃഷ്ണൻ വന്ന് വിളിച്ചപ്പോൾ എന്നെ തനിച്ചാക്കി ആ കൂടെ ഇറങ്ങിപ്പോക്കളഞ്ഞു. പറഞ്ഞതും മറ്റമ്മയുടെ ചിരി മാഞ്ഞതും ഒരുമിച്ചായിരുന്നു. അതിനെന്തിനാ മറ്റമ്മ വിഷമിക്കണേ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം മറ്റമ്മയുടെ കമലത്തെ. ഏടാ വീടെന്ന് പറഞ്ഞാൽ മതി. മറ്റമ്മയൊന്ന് തീങ്ങി. ഭഗവാന്റെ കൂടെ പോയവരെ വിളിക്കാൻ നമ്മൾ മനുഷ്യന്മാർക്കാവില്ലല്ലോ മോനെ. നിനക്കറിയോ, മുട്ടറ്റം മുടി ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിന്. അപ്പുണ്ണി, ഈ എവിടാ? ആ തള്ളയുടെ പാരം കേൾക്കാണ്ട് ഇവിടെ പാടാ. ഇപ്പോഴൊക്കെയാ നീ എന്താക്കിയൊക്കെടാ? പന്നിക്കൂടിനാണല്ലോടാ ഇത്തിരി കൂടെ മെനയുള്ള. അമ്മയാണ്. ചെന്നില്ലേല്ലേ? അത് മതി ഇനി മറ്റമ്മ ചീത്ത പറയാൻ. ഞാൻ പിന്നെ വരാമേ എന്ന് പറഞ്ഞ് അപ്പുണ്ണി ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. രാത്രി ഉറങ്ങാൻ നേരം അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിസ്തൃതമായ പേർ പിന്നെ കിരീടിയും ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യസാചി വിപത്സുവും 10 നാമങ്ങളും നിത്യം ജപിക്കലോ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം ചൊല്ലിക്കിടക്കുമ്പോഴും മുട്ടറ്റം മുടിയുള്ള കമലം മരിച്ചത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കാനായില്ല അപ്പുണ്ണിക്ക്. അപ്പുണ്ണി അമ്മയെ പതിയെ തോണ്ടി വിളിച്ചു. അമ്മേ, എനിക്ക് ചീമുള്ള മുട്ടുന്നു.
ഞാൻ എന്താ കൂടെ വരണോ? പുറത്ത് പോയി മുള്ളിട്ട് ആ ചക്ക കിണ്ടാണ്ടം കെട്ടാതെ. പേടിയാവുന്നമ്മേ, പുറത്ത് നല്ല നിലാട്ടുണ്ട്, പായൽ കിടന്ന് മുള്ളാൻ നിൽക്കാതെ പോയി മുള്ളിയേച്ചും വാ ചക്ക. അമ്മയുടെ സ്വരം കർക്കശമായി. ആ പുണ്ണി പതിയെ എഴുന്നേറ്റു. പുറത്തേക്കുള്ള വാതിൽ തുറന്നപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് അവൻ കണ്ടു. മുറ്റം നിറയെ വെട്ടത്തോട് വെട്ടമായിരുന്നു. ആദ്യം വാഴയുടെ മൂട്ടിലിരുന്ന തവളയുടെ പുറത്തേക്കും പിന്നെ മണ്ണിൽ പടം വരച്ചുകൊണ്ടും അവൻ മൂത്രം ചീറ്റിച്ചു. കുരിയാലയ്ക്കപ്പുറത്ത് പാരിജാതം പൂത്ത കാറ്റ് അപ്പുണ്ണി മൂക്ക് വിടർത്തി ആസ്വദിച്ചു. എന്തൊരു നല്ല മണമാ! ചൊറി പിടിച്ചതുപോലൊരു തവള അവൻ്റെ കാൽക്കീഴിലൂടെ ചാടിപ്പോയി. അതിനെ ചവിട്ടാൻ ആഞ്ഞ് കാല് പിൻവലിക്കുമ്പോഴാണ് പടിപ്പുര വാതിലേക്ക് നടന്നു പോകുന്ന പാവാടക്കാരി പെണ്ണിനെ അവൻ കണ്ടത്. മുഖം കാണാനാകുന്നില്ലല്ലോ. ഇത്രയും മുടിയുള്ള ഒരാളിനെ ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ആ പുണ്ണി കാലുകൾ നീട്ടി വെച്ച് നടന്നു. ഒപ്പം എത്താനാകുന്നില്ല. കാലുകൾക്ക് വല്ലാത്ത ഭാരക്കൂടുതൽ തോന്നി. ആരാ വിളിച്ചു ചോദിക്കാനായി വായ തുറന്നിട്ട് സ്വരം പുറത്തേക്ക് വരുന്നുമില്ല. ഈശ്വര, എന്താ ഇത്? അവൻ്റെ ഓരോ രോമകൂപങ്ങളിലും വിയർപ്പ് പൊടിഞ്ഞു. വട്ടമരത്തിലിരുന്നൊരു കൂമൻ നീട്ടി മൂളി. ചങ്കുപട്ടി വല്ലാത്ത രീതിയിൽ ഓരിയിട്ടതും അപ്പുണ്ണിക്ക് വല്ലാത്ത പേടി തോന്നി. പിന്നെ വീടിനകത്തേക്ക് കണ്ണു മടച്ചുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. തലവഴിയെ പുതപ്പ് മൂടി കിടക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ തനിയെ പെറുപെറുത്തു. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും. ആ തള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചെക്കനോട്. നാശം പിടിക്കാൻ ആ കുരിയാല പൊളിച്ചു കളയേണ്ട കാലം കഴിഞ്ഞു. അമ്മയുടെ മൂർച്ചയുള്ള സ്വരം കാതിലേക്ക് അടിച്ചു കയറി. പതിയെ കണ്ണു തുറക്കുമ്പോൾ നെറ്റിയിൽ തണുപ്പ് തട്ടി. അമ്മ തുണി നനച്ചിടുകയാണ് നെറ്റിയിൽ. കന്യാവിനെ കണ്ടതാകണം, അല്ലാണ്ട് ഇങ്ങനെ തലമുടിയുള്ള പെണ്ണെന്ന് ചെക്കൻ പിച്ചും പിയും പറയില്ല. രേവുകുഞ്ഞയുടെ സ്വരമാണ്. വസൂര് വന്ന് 12-ാം വയസ്സിൽ ചത്തോരെയൊക്കെ കന്യാന്നും പറഞ്ഞ് കുരിയാല കെട്ടി കൂടിയിരുത്തിയേക്ക. പറഞ്ഞാലും മനസ്സിലാവില്ല. എൻ്റെ കമലം, ഇതുവരെയും നിങ്ങളെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ സുമതിയെ. നീ എന്തിനാ വെറുതെ അതിനെ പഴിക്കണേ? എൻ്റെ കണ്ണിടണ വരെ അവളവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് ഇടിക്കലോ പൊളിക്കലോ എന്താച്ചായിക്കോ. മറ്റേമ്മ കരയുകയാണ്. അപ്പുണ്ണിക്ക് സങ്കടം വന്നു, ഒപ്പം പേടിയും. താൻ കണ്ടത് മറ്റമ്മയുടെ കമലത്തെയാണോ? ആ കുരിയാലയിലാണോ കമലം ഇരിക്കണേ? ആരോടും ചോദിക്കാനാകാത്ത സംശയങ്ങൾ നെഞ്ചിനുള്ളിൽ ഞെരിപിഴികൊണ്ടു. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. എല്ലാ മാസവും 1-ാം തീയതി എണ്ണയും തിരിയും കത്തിക്കുന്നത് ഇതുവരെയും ആർക്കും ഉപദ്രവം ചെയ്യാത്തോണ്ടാ. എൻ്റെ മോന് പേടി തട്ടിയിട്ട് എന്തേലും ആയാലുണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കില്ല ഞാൻ. എല്ലാം കൂടെ തട്ടിപ്പൊളിച്ച് പാപനാശിനിയിൽ ഒഴുക്കും. ഇരിക്കാട നഷ്ടപ്പെടാണ്ട് നോക്കിക്കോ. കുരിയാലയ്ക്ക് മുന്നിൽ നിന്ന് അച്ഛൻ്റെ ഒച്ച ഉയരുന്നത് ആ പുണ്ണി കേട്ടു. കണ്ണടഞ്ഞു പോകുന്നുണ്ട്. രേവുകുഞ്ഞയുടെയും അമ്മയുടെയും സ്വരങ്ങൾ നേർത്ത് നേർത്ത് അകലത്തേക്ക് പോകുന്നുണ്ട്. മറ്റേമ്മയും കമലവും കൈകോർത്ത് പിടിച്ചു വന്ന് തന്നെ നോക്കി ചിരിക്കുന്നത് അപ്പുണ്ണി സ്വപ്നം കണ്ടു. മറ്റേമ്മ അവനോട് ചോദിച്ചു, അപ്പുണ്ണി, ഈ വരുന്നോ കൂടെ? എന്തൊക്കെയോ സ്വരങ്ങൾ കേട്ടുണരുമ്പോൾ വീട് നിറയെ ആളുകളാണെന്ന് അപ്പുണ്ണി കണ്ടു. കിടപ്പിലാകാതെ കഴിഞ്ഞല്ലോ, അതന്നെ ഭാഗ്യം. ആരോ പറയുന്നു. അല്ലേലും അവർ ഭാഗ്യമുള്ളവരാ. അനന്തരനാണേലും മോനെ പോലല്ലേ അച്യുതൻ അവരെ നോക്കിയേ. മറ്റാരുടെയോ സ്വരം. അപ്പുണ്ണിയുടെ അച്ഛ, ഈ കോടിമുണ്ട് പോരെ മറ്റേമ്മയെ പുതപ്പിക്കാൻ? വേറെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. പതിയെ എഴുന്നേറ്റ് ഇറയത്തേക്ക് ചെന്ന അപ്പുണ്ണിയെ കണ്ട് രേവുകുഞ്ഞ, നമ്മുടെ മറ്റമ്മ പോലോ അപ്പുണ്ണിയേന്ന് ആരെയോ ബോധിപ്പിക്കാൻ എന്ന പോലെ കരഞ്ഞു നിർത്തി മൂക്കുചീറ്റി. അപ്പുണ്ണിയുടെ തൊണ്ടക്കുഴിയിൽ ഒരു കരച്ചിൽ വന്നു നിന്നു. ചിരിക്കാതെ കിടക്കുന്ന മറ്റമ്മയെ നോക്കാനാകാതെ അവൻ പുറത്തേക്കിറങ്ങി. വായ്ക്കരിയിടുമ്പോഴും ചിതയ്ക്ക് തീ കൊളുത്തുമ്പോഴും അച്ഛൻ്റെ കലങ്ങി ചുവന്ന കണ്ണുകളിൽ മറ്റമ്മയോടുള്ള സ്നേഹം നിറയുന്നത് അപ്പുണ്ണിക്ക് കാണാനായി. കൊഴിഞ്ഞു വീണ പാരിജാത പൂക്കളെ ചവിട്ടാതെ ആ കുരിയാലയ്ക്ക് മുന്നിലേക്ക് നടക്കുമ്പോൾ അപ്പുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് കേട്ട ഒരു വലിയ ശബ്ദത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ അവനൊന്ന് പിന്നോക്കം മാഞ്ഞു. പൊടുന്നനെയാണ് അവനു മുന്നിൽ ആ കുരിയാല ഇടിഞ്ഞു വീണത്. ഇത്ര നാളും ഇടിയാതെ നിന്ന കുരിയാല അന്നേ ദിവസം തന്നെ ഇടിഞ്ഞു വീണത് എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കി. കുരിയാലയ്ക്ക് മുന്നിൽ ഉയർന്ന അച്ഛൻ്റെ ഒച്ചയും തലേന്ന് കണ്ട സ്വപ്നവും അപ്പുണ്ണി ഓർത്തെടുത്തു.
അമ്മയ്ക്ക് കാവലായി നിന്ന ഒരു മകളും മകള് പുറത്തുണ്ട് എന്ന ആശ്വാസത്തിൽ ഉറങ്ങി ഉണർന്ന ഒരമ്മയും മനുഷ്യരുടെ കണ്ണുകൾക്കപ്പുറത്ത് കൈകോർത്ത് പിടിച്ചിട്ടുണ്ടാകണം എന്ന അപ്പുണ്ണിയുടെ തോന്നലിനെ ബലപ്പെടുത്താനെന്നോണം ഒരു മഴച്ചാറ്റലെത്തി നോക്കി. തീവ്രതയോടെ ആർത്തലച്ചു. പിന്നെ കാലങ്ങൾക്ക് ശേഷം വീട്ടുമുറ്റത്ത് ചറപറ പെയ്ത മഴത്തുള്ളികൾ അന്നേരം അപ്പുണ്ണിയോട് പറയാതെ പറഞ്ഞു, ഇതുപോലൊരു തുലാപ്പയത്തിലാണ് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയത്. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തോണം. ഞാൻ എപ്പോഴും ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഈ മഴക്കാലത്ത് ഒരു മനുഷ്യനും സങ്കടങ്ങൾ നേരിടാനാകാതെ നല്ല മനസമാധാനത്തോടെ ജീവിക്കാനാകട്ടെ. ഒരു വീടുകളിലേക്കും ദുരന്ത വാർത്തകളൊന്നും എത്താതിരിക്കട്ടെ. ആരുടെയും കണ്ണുനീര് തോരാമഴയായി പെയ്യാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും സന്തോഷമായിരിക്കുക, സേഫായിട്ടിരിക്കുക.